ഹലോ ഹായ്. വളരെ ഇമോഷണൽ ആയിട്ട് ഒരു സിനിമ കണ്ടിട്ട് ദാ നിങ്ങളുടെ മുമ്പിൽ വന്ന അഭിപ്രായം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ബാഹുൽ രമേഷ് കഥ എഴുതി ദിൻജിത്ത് അയ്യത്താൻ ഡയറക്റ്റ് ചെയ്ത എക്കോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ കിഷ്കിന്ദ കാണ്ഡ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ കൊണ്ട് ഇരുവരും മനസ്സിൽ കയറിക്കൂടിയാണ്. ഞാൻ എൻ്റെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ ഒരു കാര്യം പറയാം. എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര സമയത്ത് കിഷ്കിന്ദ കാണ്ഡ എന്ന് പറയുന്ന സിനിമയെ കാര്യമായിട്ട് പരിഗണിച്ചില്ല അല്ലെങ്കിൽ അവഗണിച്ചു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഒരു പക്ഷേ അവാർഡിന് ഒരുപാട് ആഗ്രഹിച്ചൊന്നും കാണില്ല. പക്ഷേ എനിക്ക് തോന്നിയത് എക്കോ എന്ന് പറയുന്ന സിനിമ ദാ ആ ജൂറിക്ക് മുമ്പിലേക്ക് വെച്ചിട്ട് ദാ ഞങ്ങൾ മറ്റൊരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോടാ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗംഭീരം ഒരു സ്ക്രിപ്റ്റ്, ഗംഭീരം ഒരു സിനിമ. വാട്ട് എ ഫിലിം. ഞാൻ ബാഹുൽ രമേശ് എന്ന് പറയുന്ന എഴുത്തുകാരനോട് എന്തെന്നില്ലാത്ത ഒരു 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 അസൂയയും എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടവും തോന്നുകയാണ്. ചില സമയത്തൊക്കെ സിനിമയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ സിനിമ മുഴുവനായിട്ട് കാണാതെ തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു ഇന്റർവെൽ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്നുള്ളൊരു ഒരു ഭയങ്കരമായ ഒരു അസൂയ തോന്നൂലേ ബാഹുൽ രമേശ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. അദ്ദേഹം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കമന്റിൽ ഉണ്ടെങ്കിൽ, സിനിമാ പ്രവർത്തകർ ആരും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറയാം. അസൂയ തോന്നുന്നു മനുഷ്യ, എന്തൊരു എഴുത്താണ്. അതുപോലെ തന്നെ ദിൻജിത്ത് അയ്യത്താൻ എന്ന് പറയുന്ന ഡയറക്ടർ ഗംഭീരമായിട്ട് അത് വിഷ്വലൈസ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊരു സിനിമ! ഇതൊരു മലയാള സിനിമയാണെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷമാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. നമ്മളൊരു ഒരു നല്ല ഒരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിയായ ഒരു സന്തോഷം തോന്നാറുണ്ട് പലപ്പോഴും. പക്ഷേ നല്ലൊരു സിനിമ കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറയുന്ന നിമിഷങ്ങൾ വളരെ കുറവാണ്. വളരെ വിരളമായിട്ട് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഈ എക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങിയപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അമ്മാതിരി ഒരു സ്ക്രിപ്റ്റാണ്. അത് തന്നെ നല്ല ഗംഭീരമായിട്ട് ദിൻജിത്ത് അയ്യത്താൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഗംഭീരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഈ തീറ്റ കൊടുക്കലൊക്കെ ഒരു തരം ഓണർഷിപ്പ് സ്ഥാപിക്കലാണ് എന്ന് പറയുന്ന എന്തൊരു എഴുത്താണത്! അതും എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഈ പറയുന്ന ചില എന്താ പറയാ മൃഗങ്ങളെ നമ്മൾ എന്താ പറയാ തീറ്റ കൊടുത്ത് അവരെ കൂട്ടിലടക്കുന്നത് പോലെ തന്നെയാണ് ചില മനുഷ്യരെയും നമ്മൾ ചെയ്യുന്നത്. അതില് ഭയങ്കരമായ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയ്ക്ക് അവർ കൊടുത്തിട്ടുള്ള ഒരു 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 പരിപാടി എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബാഹുൽ രമേശ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എങ്ങനെ ഇങ്ങനെ എഴുതാൻ കഴിയുന്നു എന്നുള്ളതാണ്. പെർഫോമൻസ് ആയിക്കോട്ടെ, സന്ദീപാണ് മെയിനായിട്ട് പോകുന്നത്. സന്ദീപ്, അതുപോലെ തന്നെ നമ്മുടെ നരൻ, വിനീത്, ബിനു പപ്പു, പിന്നെ ആ ഒരു പ്രധാനപ്പെട്ട ബ്ലാത്തിയെടത്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മലേഷ്യക്കാരിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ പേര് ബിയാന മോമിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് കാസ്റ്റ് ലിസ്റ്റിൽ. അവരും എനിക്ക് ഒരിടത്ത് എനിക്ക് നെഗറ്റീവായിട്ട് സിനിമയിൽ ഒരു സ്ഥലത്തും അനാവശ്യമായിട്ട് ഒരു സാധനമില്ല. പക്ഷേ എനിക്കൊരു ഒരു തുടക്കത്തിലൊരു നെഗറ്റീവായിട്ട് എനിക്കൊരു തോന്നിയത് ഈ പറയുന്ന ഈ മലേഷ്യക്കാരി എന്ന് പറയുന്ന അവരുടെ എന്താ പറയുക ഡബ് ചെയ്യുമ്പോൾ, മലയാളം ഡബ് ചെയ്യുമ്പോൾ ഒരു 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 എന്തോ ഒരു മിസ്ലീഡ് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ സിനിമയിൽ അത്രത്തോളം ഇന്നായിട്ടുണ്ട് ആ സമയത്തേക്ക്. ഒരു മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്ന ഒരു ഗണത്തിൽ പെടുത്താവുന്ന അല്ലെങ്കിൽ ആ ജോണറിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്താൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ തുടക്കം മുതലേ ആ ഒരു മിസ്റ്ററി ഫീൽ ഉണ്ടല്ലോ, അത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടെക്നിക്കലി അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ സ്ക്രിപ്റ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്. മുജീബ് മജീദാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ചില സമയത്തൊക്കെ നമ്മളങ്ങോട്ട് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും മ്യൂസിക്. അത് ഈ കാടിന്റെ മൊത്തം കാടാണ്. കാടിന്റെ ഒരു മനോഹരമായിട്ട് എന്താ പറയാ ബാഹുൽ രമേശ് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എഴുതുമ്പോൾ തന്നെ മനസ്സിലാക്കാലോ, അയാൾ കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വിഷൻ ഉണ്ടായിട്ടുണ്ടാവും എങ്ങനെ ക്യാമറ കൊണ്ടുപോകണം എന്നൊക്കെ. അത് സിനിമയെ ഭയങ്കരമായിട്ട് എഴുത്തുകാരൻ തന്നെ ക്യാമറ ചെയ്യുമ്പോൾ വളരെയധികം സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സൂരജ് എസ് ആണ് എഡിറ്റ് ചെയ്തത്. ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കാട്ടിലുള്ള ഒരു ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ സമയത്തൊക്കെ ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നു. മുജീബ് മജീദ് ആണെന്നുണ്ടെങ്കിൽ ഈ സീനിനെ വല്ലാതെ അങ്ങ് എലിവേറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഗംഭീര വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാട് കൂടി ആവുമ്പോൾ എന്തൊരു ഫ്രെയിമാണെന്ന് അറിയാമോ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. പെർഫോമൻസ്,
സന്ദീപ് ഇനി പിടിച്ചാൽ കിട്ടൂല. സന്ദീപ് ഓൾറെഡി ഫാലിമി പോലെയുള്ള കുറേ സിനിമകൾ, അതുപോലെ തന്നെ പടക്കളം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത് അത്യാവശ്യം ഫെയിം ആയിട്ടുണ്ട്. ഇനി സന്ദീപിനെ കുറേയും കൂടി പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം ഗംഭീരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിനീത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമ വേണ്ടുവോളം എന്താ പറയാ അദ്ദേഹത്തിനെ ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പർട്ടിക്കുലർ ഒരു ക്യാരക്ടർ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുമല്ലോ പല ആക്ടേഴ്സിനെ. അതുപോലെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വിനീതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ വിനീത് ഈ സിനിമയിൽ ഗംഭീരമായിട്ട് എന്താ പറയുക പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നരേനും അത് കുറേ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നു. പിന്നെ ബിനു പപ്പു, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താ അവരുടെ പേര്, ബിയാന മോമിൻ. അവര് എനിക്ക് തോന്നുന്നു കാസ്റ്റ് ലിസ്റ്റിൽ അങ്ങനെയാണ് പേരെടുക്കുന്നത്. അതിൽ ഈ പറയുന്ന മലേഷ്യക്കാരിയുടെ ഒരു ഏജ്ഡ് ആയിട്ടുള്ളതും എന്താ പറയുക യൂത്ത് ആയിട്ടുള്ള ഒരു 2 ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അല്ല 2 സമയത്തെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഏതാണെന്ന് എനിക്കറിയില്ല. ബിയാന മോമിൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അവർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഈ പറയുന്ന ഡബ്ബിങ്ങിൽ വന്ന ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെ കുര്യച്ചൻ എന്ന് പറയുന്ന ഒരു ഒരു ക്യാരക്ടർ ഒരു ആക്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും എനിക്ക് അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നിയത് ഈ പട്ടികളെ, നായ്ക്കളെ ഈ ഇത്രയും ഗംഭീരമായിട്ട് അവരെ സ്ക്രീനിലെത്തിച്ച ഒരു സിനിമ മലയാളത്തിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ നായ്ക്കളെ ഇത്ര ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിപൊളിയായിട്ട് ഇവര് പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ ഇവര് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായൊരു എന്തോ ഒരു ഇത് തോന്നും. അതുപോലെ തന്നെ നായ്ക്കളുടെ ഒരു എന്താ പറയാ അവരെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു ഭീതി ജനിപ്പിക്കുന്ന അവരുടെ ഒരു എന്താ പറയാ മുരളലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെക്കണം. ആ സമയത്തൊക്കെ സൗണ്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതും മിക്സ് ചെയ്തിരിക്കുന്ന അവരുടെയും അവരേക്കും ഈ സിനിമയിൽ വലിയൊരു കയ്യടി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ടെക്നിക്കൽ സൈഡും ഈ സ്ക്രിപ്റ്റും ഡയറക്ഷൻ എല്ലാം കൂടി ഇതിങ്ങനെ ഭയങ്കരമായി ഒരു പോസിറ്റീവ് ആവുന്ന ഒരു സിനിമകൾ വളരെ വിരളമായിട്ടാണ്. അല്ലേ? നമ്മള് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോ ഒരു പക്ഷേ സ്ക്രിപ്റ്റ് അടിപൊളിയായിരിക്കും. ടെക്നിക്കൽ വശം ചിലപ്പോ ഒന്ന് കുറവായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലെനിക്ക് ഒരു സ്ഥലത്തും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സിനിമ നമ്മള് ഈ ക്ലൈമാക്സിലോ നമ്മള് കിഷ്കിന്ധാകാന്ഡത്തില് നമ്മള് ക്ലൈമാക്സിൽ നമ്മൾ അറിയാതെ കൈയടിച്ചു പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ. വിജയരാഘവനും ഈ പറയുന്ന ആസിഫ് അലിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അതുപോലെ തന്നെ ഈ പറയുന്ന ബ്ലാത്തിയടത്തിയും ഈ പറയുന്ന സന്ദീപും തമ്മിലുള്ള കോൺവെർസേഷൻ ഞാൻ കൂടുതൽ സ്പോയിലർ ആക്കുന്നില്ല. അവിടെ നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കയ്യടിയാണ്. അവിടെയാണ് സിനിമയുടെ ഒരു മാജിക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സിനിമ വിജയകരമാവുന്നത് എന്ന് പറയുന്ന ഈ എനിക്ക് തോന്നുന്നത് നമ്മൾ പഴയ കാലത്തായിരുന്നു ഒരു ഡയറക്ടർ റൈറ്റർ കോംബോ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹിറ്റ് കോംബോസ് ജനിക്കുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ പേരെടുത്ത് പറയാവുന്ന അങ്ങനെ കോംബോസ് ഒന്നുമില്ല. പക്ഷെ അവിടേക്കാണ് ഈ പറയുന്ന ദിന്തി ചയ്യത്താനും അതുപോലെ തന്നെ ബാഹുൽ രമേശും ഡയറക്ടർ റൈറ്റർ കോംബോ ആയിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. ഗംഭീരമായ സിനിമകൾ ഞങ്ങൾക്ക് സമ്മാനിക്കുക.